മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ലെബനനിൽ നിന്നുള്ള മിസ്റ്റിക് കവിയായ ഖലീൽ ജിബ്രാൻ മരണത്തെക്കുറിച്ച് എന്ന തൻ്റെ കവിതയിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: മരണത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കറിയേണ്ടേ? ജീവിത ഹൃദയത്തിൽ അന്വേഷിച്ചില്ലെങ്കിൽ അതറിയുന്നതെങ്ങനെ? മരണത്തിൻ്റെ ആത്മാവിനെ കാണാൻ ജീവിത ശരീരത്തിലേക്ക് നിങ്ങളുടെ ഹൃദയം തുറക്കുക. ഏലിയാസ്ലീവ മൂശാ കാലത്തിൻ്റെ 5-ാമത്തെ ആഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ അന്ത്യവിധിയെക്കുറിച്ചും ആ അന്ത്യവിധിക്ക് വിധേയമാകുന്ന നമ്മുടെ പ്രവൃത്തികളെക്കുറിച്ചുമാണ് വിചിന്തനം ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രവൃത്തികൾ എപ്രകാരമാണോ കുറിച്ച് വച്ചിരിക്കുന്നത്, അപ്രകാരമായിരിക്കും അന്ത്യവിധിയിൽ നമ്മുടെ വിധി നിശ്ചയിക്കപ്പെടുക. തികഞ്ഞ യഹൂദ പശ്ചാത്തലത്തിൽ വിരചിതമായ ഈ സുവിശേഷ ഭാഗത്ത് യഹൂദ സംസ്കാരത്തോടും അവിടുത്തെ ജീവിത രീതികളോടും അഭേദ്യമാവിധത്തിൽ യോജിച്ചു കിടക്കുന്ന പ്രതീകങ്ങളാണ് മത്തായി ശ്ലീഹ ഈ സുവിശേഷ ഭാഗത്ത്, പ്രത്യേകിച്ച് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പകൽ മുഴുവൻ ആടുമേയിച്ച് അന്തിക്ക് ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്നും വേർതിരിക്കുന്ന ഒരു പാവപ്പെട്ട ഇടയൻ്റെ ചിത്രം മനസ്സിലില്ലാത്ത ഒരു യഹൂദൻ പോലും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് പാലസ്തീനയിൽ കാണാറുള്ള ജീവിതബന്ധിയായ ഈ സാധാരണ കാഴ്ച ഈശോ അന്ത്യവിധിയെക്കുറിച്ച് പറയാനായി ഇവിടെ ഉപയോഗിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഈശോ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. ഈശോ ഒരിക്കലും മനുഷ്യരുടെ ഇടയിൽ തിരിവുണ്ടാകാനായി ആഗ്രഹിച്ചില്ല, മറിച്ച് അവിടുന്ന് ഒരുമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരുമയുള്ളിടത്ത് സ്വർഗവും ഒരുമയില്ലാത്തിടത്ത് നരകവും ഉണ്ടാകുന്നു. ഈ ലോകത്തിലുള്ളവരെ രണ്ടായി തിരിക്കാം. ലോകത്തെ രണ്ടായി തിരിക്കുന്നവരെയും ലോകത്തെ രണ്ടായി തിരിക്കാത്തവരെയും. ലോകത്തെയും ലോകത്തിലുള്ളവരെയും രണ്ടായി തിരിക്കാതെ ഒന്നായി കണ്ടവരാണ് ക്രിസ്തുവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടരായത്. ഈ ലോകത്തെയും ലോകത്തിലുള്ളവയെയും വേർതിരിച്ച് കണ്ടവരാണ് അവിടുത്തെ ഇടതുവശത്ത് ഉപവിഷ്ടരായത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഇപ്രകാരം പറയുന്നു: എല്ലാ സൃഷ്ടികളും ഒരേ പിതാവിൻ്റെ മക്കളാണ്, അതുകൊണ്ട് സഹോദരരുമാണ്. ചുറ്റുമുള്ളവർ തൻ്റെ സഹോദരന്മാരാണെന്ന ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ അന്ത്യവിധിയിൽ ക്രിസ്തുവിനെ വേർതിരിക്കാൻ കോലാടുകൾ ഉണ്ടാകുമായിരുന്നില്ല. ചുറ്റുമുള്ളവർ തൻ്റെ സഹോദരന്മാരാണെന്ന ബോധ്യം ഉണ്ടാകണമെങ്കിൽ സ്നേഹമെന്ന പുണ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് 10 കൽപ്പനകളുടെ സാരാംശമായി ദൈവസ്നേഹവും സഹോദര സ്നേഹവും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഈ സ്നേഹം കാരുണ്യ പ്രവർത്തികളിലേക്ക് നമ്മെ നയിക്കുന്നു. സ്നേഹത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ മറ്റുള്ളവരിൽ ക്രിസ്തുവിൻ്റെ മുഖം ദർശിച്ച മദർ തെരേസ ഇവിടെ പ്രത്യേകം അനുസ്മരിക്കപ്പെടുന്നു. ഒരിക്കൽ മദർ തെരേസയെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം മദർ കുറിച്ചു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: ഒരു ദിവസം വൈകുന്നേരം തൻ്റെ അടുത്തുള്ള 8 കുട്ടികളുള്ള ഒരു ഹൈന്ദവ കുടുംബം പട്ടിണി കിടക്കുന്നു എന്ന് മദർ അറിഞ്ഞു. ഉടനെ തന്നെ കുറച്ചരിയുമെടുത്ത് മദർ അവിടേക്ക് പാഞ്ഞു. കുടുംബനാഥ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അതിൽ കുറച്ചെടുത്തുകൊണ്ട് ആ സ്ത്രീ പുറത്തേക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ മദറിനോട് ഇപ്രകാരം പറഞ്ഞു: എന്നെപ്പോലെ 8 കുട്ടികളുള്ള ഒരു മുസ്ലിം കുടുംബം അവിടെയുണ്ട്, അവരും പട്ടിണി കിടക്കുന്നു. തനിക്ക് കിട്ടിയതിൽ പകുതി അവർക്ക് കൊടുക്കാൻ വേണ്ടി പോയതാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ നല്ല സമരിയാക്കാരനിലും വഴിയിൽ മുറിവേറ്റ് കിടന്നവനിലും ഒരേപോലെ ക്രിസ്തുവിനെ കാണാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നതെന്നും ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും ഈശോ ഇവിടെ പഠിപ്പിക്കുന്നു. സ്നേഹമാകുന്ന വെള്ളവും കാരുണ്യ പ്രവൃത്തികളാകുന്ന വളവും നൽകി നമ്മുടെ വിശ്വാസത്തെ ഫലം ചൂടിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. പഴയ നിയമ വായനയിലുടനീളം ഭീതിജനകവും ഭയാനകവുമായി കർത്താവിൻ്റെ ദിനം കടന്നു വരുമ്പോൾ പുതിയ നിയമ വായനയിൽ കർത്താവിൻ്റെ ദിനം
സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വറ്റാത്ത ഉറവയായി കടന്നു വരുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്ന വിശ്വാസവഞ്ചകരാകാതെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വറ്റാത്ത ഉറവിടങ്ങളായി, വാതിലുകളായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിശുദ്ധ ബലിയിലും പ്രാർത്ഥിക്കാം. വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോള പ്രാർത്ഥിച്ചതുപോലെ, നാഥ, എന്നെ ഉദാരമനസ്കനാക്കുക. അങ്ങ് അർഹിക്കുന്നത് പോലെ അങ്ങയെ സ്നേഹിക്കുവാനും വില നോക്കാതെ കൊടുക്കാനും മുറിവുകൾ ഗൗനിക്കാതെ പൊരുതുവാനും വിശ്രമം കൂടാതെ പ്രയത്നിക്കുവാനും പ്രതിഫലം കൂടാതെ അധ്വാനിക്കുവാനും എന്നെ സഹായിക്കുക. കാരണം അങ്ങ് മാത്രമാണ് എൻ്റെ ശരണം. അങ്ങയുടെ തിരുവിഷ്ടം ഓരോ നിമിഷവും നിറവേറ്റാൻ എന്നെ അങ്ങ് സഹായിക്കുക. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.